ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിരൺ കൃഷ്ണൻ. എല്ലാവർക്കും വിദ്യാകേന്ദ്രം ട്യൂഷൻ സെൻറ്ററിൻ്റെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഫ്രൈസൽ വെർബുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ഫ്രൈസൽ വെർബുകളിൽ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ഫ്രൈസൽ വെർബുകളായ, അതായത് നമ്മുടെ SSLC പരീക്ഷയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൈസൽ വെർബുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് പുട്ടിൻ്റെയും കോളിൻ്റെയും ഫ്രൈസൽ വെർബുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ആദ്യം നമുക്ക് പുട്ടിൻ്റെത് പഠിക്കാം. പുട്ടിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റൈസ് ഓർ ബിൽഡ്, സ്ഥാപിക്കുക അല്ലെങ്കിൽ കെട്ടിപ്പടുക്കുക. ഇപ്പോൾ പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് ഓർ ബിൽഡ്. ഓക്കെ, അടുത്ത പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വിയർ, ധരിക്കുക, വസ്ത്രം ധരിക്കുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വിയർ. അടുത്തത് പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ഓർ അറേഞ്ച് എ ലേറ്റർ ഡേറ്റ്. ഇപ്പോൾ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ഓർ അറേഞ്ച് എ ലേറ്റർ ഡേറ്റ്, മാറ്റി വയ്ക്കുക എന്നാണ് പുട്ട് ഓഫിൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഒരു പരിപാടി എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാതെ പോയി, ആ പരിപാടി നമ്മൾ വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? പോസ്റ്റ്പോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഡു, ചെയ്യുക. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഡു. അടുത്തത് പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം ചെയ്യുക. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം ചെയ്യുക. ഓക്കെ, അടുത്തത് പുട്ട് എബൌട്ടും അത് തന്നെയാണ്, കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. അടുത്തത് പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ, പുനഃസ്ഥാപിക്കുക. പുട്ട് ബാക്ക്, റീസ്റ്റോർ, പുനഃസ്ഥാപിക്കുക. അടുത്തത് പുട്ട് ഫോർവേഡ് സജസ്റ്റ് ഓർ പ്രപ്പോസ്. അടുത്തത് പുട്ട് അപ്പ് വിത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ഫ്രൈസൽ വെർബാണ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കുക, സഹിഷ്ണുത എന്നർത്ഥം വരുന്നതാണ് പുട്ട് അപ്പ് വിത്ത്. അടുത്തത് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ്, കെടുത്തുക, എക്സ്റ്റിങ്ക്യൂഷ് ഫയർ, അതായത് തീ അണയ്ക്കുക അല്ലെങ്കിൽ തീ കെടുത്തുക എന്നർത്ഥം വരുന്നതാണ് പുട്ട് ഔട്ട്, ടു എക്സ്റ്റിങ്ക്യൂഷ്. ഓക്കെ, അടുത്തത് പുട്ട് ബൈ എന്ന സേവ് എന്നാണ് അർത്ഥം, പുട്ട് ബൈ സേവ്. അടുത്തത് പുട്ട് എസൈഡും കീപ്പ് ഓർ സജസ്റ്റ് എന്നാണ് അർത്ഥം. പുട്ട് എസൈഡ്, കീപ്പ് ഓർ സജസ്റ്റ്, നിർദ്ദേശിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ പുട്ടിൻ്റെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് കോളിൻ്റെയാണ്. ഓക്കെ, കോളിൽ ആദ്യത്തത് കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക, റദ്ദാക്കുക. കോൾ ഓഫ് എന്താ? ക്യാൻസൽ, റദ്ദാക്കുക. അടുത്തത് കോളറ്റ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോളറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലം സന്ദർശിക്കുന്നതിനാണ് കോൾ അറ്റ് എന്ന് പറയുന്നത്. കോളറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്. അടുത്തത് കാൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുക. കാൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. അടുത്തത് കാൾ ഫോർ ഡിമാൻഡ് ഓർ ടു റിക്വയർ, ആവശ്യപ്പെടുക, അതാണ് കാൾ ഫോറിൻ്റെ അർത്ഥം. അടുത്തത് കാൾ ഔട്ട് എന്ന് പറയുമ്പോൾ ടു ക്രൈ ഓർ ഷൗട്ട് ഫോർ ഹെൽപ്പ്, എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി കിടന്ന് നിലവിളിക്കുക, അതാണ് കാൾ ഔട്ട് എന്ന് പറയുന്നത്.
കാൾ ഔട്ട് എന്ന് പറയുമ്പോൾ ടു ക്രൈ ഓർ ഷൗട്ട് ഫോർ ഹെൽപ്പ്. ഓക്കെ. അടുത്തത് കാൾ ബൈ ടു വിസിറ്റ് ബ്രീഫ്ലി. ഒരു ചെറിയൊരു സന്ദർശനം നടത്തുകയൊക്കെയാണ് കാൾ ബൈ. ഓക്കെ. അടുത്തത് കാൾ അപ്പോൺ, അപ്പീൽ ചെയ്യുക. ഓക്കെ. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, കാളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് കാൾ അറ്റ്, കാൾ ഓണുമാണ്. കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. പിന്നെ കാൾ ഫോർ ഉണ്ട്, ഡിമാൻഡ് ഓർ ടു റിക്വയർ. ഓക്കെ. ഇത് മൂന്നുമാണ് ഈ കാളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പുട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പുട്ട് ഓൺ, പുട്ട് അപ്പ് എന്ന് പറയുമ്പോൾ റൈസ് ഓർ ബിൽഡ്. അടുത്ത പുട്ട് ഓൺ എന്ന് പറയുമ്പോൾ ടു വിയർ. പുട്ട് ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോണ്ട് ഓർ അറേഞ്ച് ലേറ്റർ ഡേറ്റ്. പിന്നെ പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുട്ട് ഔട്ട്, പുട്ട് അപ്പ് വിത്ത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്, പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്യൂഷ്. ഓക്കെ. ഇതൊക്കെ വളരെ വ്യക്തമാക്കി പഠിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ബാക്കിയുള്ള ഫ്രേസൽ വെർബുകളെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാവുന്നതാണ്. ഓക്കെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.